എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് നോക്കാം. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മീൻസ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് ഓർ സർവീസസ് ടു ഡിഫറെൻറ്റ് ബയേഴ്സ് ഈവൻ ദോ ദ കോസ്റ്റ് ഈസ് ദ സെയിം. അതായത് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ദ സെയിം പ്രൊഡക്റ്റ് ഓർ സർവീസ്, അതായത് ഒരേ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഒരേ സർവീസിന് നമ്മൾ ഡിഫറെൻറ്റ് ബയേഴ്സിൽ നിന്നും ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുക. അത് മൂന്നാൾക്കാരുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിന് തന്നെ മൂന്നാൾക്കാരുടെ നിന്നും ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഓൺലി പോസിബിൾ അണ്ടർ മൊണോപ്പൊളി. ഇത് മൊണോപ്പൊളി സിറ്റുവേഷനിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ. സിൻസ് വൺ സെല്ലർ കൺട്രോൾ ദ പ്രൊഡക്റ്റ്, അതായത് ഒരു സെല്ലർ ആ ഒരു പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വൺ സെല്ലർ കൺട്രോൾ ദ പ്രൊഡക്റ്റ്, ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പോസിബിൾ ആവുള്ളൂ. അതിവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ ഡോക്ടർ ചാർജസ് റിച്ച് പേഷ്യൻറ്റ് 1000 ബട്ട് പുവർ പേഷ്യൻറ്റ് 200 ഫോർ ദ സെയിം ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടർ നമ്മളെ നോക്കിയിട്ട് നമ്മൾ റിച്ച് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ 1000 രൂപ ചാർജ് ചെയ്തെങ്കിൽ ഒരു പുവറായിട്ടുള്ള പാവപ്പെട്ട ഒരാൾ നമ്മൾ പേഷ്യൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ 200 റുപ്പീസ് ആയിരിക്കും വാങ്ങിക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് ഒരേ സർവീസ് തന്നെയാണെങ്കിൽ പോലും ഡിഫറെൻറ്റ് ആൾക്കാരിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അത് റെയിൽവേൻ്റെ സിറ്റുവേഷനിൽ നോക്കിയാൽ മതി. റെയിൽവേ ചാർജസ് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ് മോർ ദാൻ സെക്കൻഡ് ക്ലാസ്. റെയിൽവേൻ്റെ അകത്ത് ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സ് ക്യാഷ് ആയിരിക്കില്ല, ടിക്കറ്റ് പ്രൈസ് ആയിരിക്കില്ല, സെക്കൻഡ് ക്ലാസ്സിലുണ്ടാവും. അത് എന്താവും ചേഞ്ച് ആവും. അങ്ങനെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാസഞ്ചേഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസാണ് റെയിൽവേ ചാർജ് ചെയ്യുന്നത്. അതൊരു തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. ദെൻ ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, മെയിൻലി 3 ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണുള്ളത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. ഫസ്റ്റ് ഡിഗ്രി എന്ന് വെച്ചാൽ പെർഫെക്റ്റ് പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ് ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്. അതായത് സെല്ലർ ചാർജ് മാക്സിമം പ്രൈസ് ഈച്ച് ബയർ ഈസ് വില്ലിങ് ടു പേ. അത് ഓരോ ബയറും വില്ലിങ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടാവില്ലേ, അത് നോക്കിയിട്ട് സെല്ലർ മാക്സിമം ചാർജ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി എന്നാണ്. നോ കൺസ്യൂമർ സർപ്ലസ് ലെഫ്റ്റ്. അവിടെ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഓപ്ഷൻ, ഓൾഡ് ടൈം ഡോക്ടേഴ്സ് ബാർഗെയിൻ ഫീ പെർ പേഷ്യൻ്റ്. അതായത് ഓപ്ഷൻ്റെ കേസിൽ നോക്കിയാൽ മതി നിങ്ങൾ. ഇപ്പോൾ നമ്മളൊരു സാധനം ലേലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഹൈ പ്രൈസ് ആരാണോ നൽകുന്നത് അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സാധനം കൊടുക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം ഒരു ബയർ വില്ലിങ് ആകുമ്പോൾ അവിടെ എന്താണ് ആ വില്ലിങ് ടു പേ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ പ്രൈസ് സാധനം കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെല്ലർ ചാർജസ് മാക്സിമം പ്രൈസ് ഈച്ച് ബയർ ഈസ് വില്ലിങ് ടു പേ. ദെൻ രണ്ടാമത്താണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ആണ് ഡിഫറെൻറ്റ് പ്രൈസസ് ഫോർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്ക്ക് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യുക ഒരേ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി താരിഫ്, ലോവർ റേറ്റ് ഫോർ ഫസ്റ്റ് 100 യൂണിറ്റ്. അത് ആദ്യത്തെ 100 യൂണിറ്റ് വരെ ഒരു റേറ്റ് ആയിരിക്കും. ഹയർ റേറ്റ് ഫോർ മോർ യൂസേജ്. ആ 100 യൂണിറ്റിന് മേലെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മോർ റേറ്റ് ആയിരിക്കും കൊടുക്കുക. അങ്ങനെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പ്രൈസ് വരുമ്പോഴാണ് സെക്കൻഡ് ഡിഗ്രി വരുന്നത്. ദെൻ തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിവൈഡ് ഇൻടു സബ് മാർക്കറ്റ്. മാർക്കറ്റിനെ നമ്മൾ സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഡിഫറെൻറ്റ് പ്രൈസിന് ഈച്ച്, ഓരോന്നിനും ഡിഫറെൻറ്റ് പ്രൈസ് കൊടുക്കുക. എക്സാമ്പിൾ ഇപ്പോൾ റെയിൽവേയിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അതേപോലെ സിനിമ ടിക്കറ്റ് എടുക്കുന്നതാണെങ്കിൽ സ്റ്റുഡൻറ്റിന് ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലാത്തവർക്ക് നോർമൽ പ്രൈസാണ്. ഇലക്ട്രിസിറ്റി ചീപ്പർ ഫോർ ഇൻഡസ്ട്രി, കോസ്റ്റ്ലിയർ ഫോർ ഹൗസ് ഹോൾഡ്. അപ്പോൾ മാർക്കറ്റിനെ സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഇതിലും ഡിഫറെൻറ്റ് പ്രൈസ് കൊടുക്കുന്നതാണ് തേർഡ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ 3 ടൈപ്സാണ് പറയുന്നത്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്നുള്ള രീതിയിൽ.